ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും നമ്മളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പറയുക. ഇപ്പൊ പകർച്ചവ്യാധികൾ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഇവരെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഡെങ്കിപ്പനിയെ പറയാം, കോവിഡിനെ പറയാം, അല്ലെ, അതേപോലെ തന്നെ ജോണ്ടിസിനെ പറയാം. ഇവിടെ ഞാൻ കോമൺ കോൾഡ് കൊടുത്തിട്ടുണ്ട്. കോൾഡ് അല്ലെ, അത് എന്ത് ചെയ്യും, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസോ ഇതൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സാധാരണ എന്ത് ചെയ്യില്ല, പകരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ മാരകമായിട്ടുള്ള അസുഖങ്ങൾ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലും ഉണ്ടാവാം. ക്യാൻസർ അതിനൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഡയബറ്റീസ്, കിഡ്നി സ്റ്റോൺ, ആസ്മ, ഇതൊക്കെ എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ അത് അയാൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ജനറ്റിക്കലി ഉണ്ടാവുന്ന ചില അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ഇക്കൂട്ടത്തിൽ. അതേപോലെ തന്നെ ജീവിതശൈലി കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ തീരെ ഫുഡൊന്നും കൃത്യമായിട്ട് കഴിക്കാതിരുന്നു കഴിഞ്ഞാലും അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുണ്ടാവുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ ജീവിതശൈലിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്തിലാ വരിക, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലാണ്. കൃത്യമായി പഠിച്ചല്ലോ. ഓൾ ദ വെരി ബെസ്റ്റ്.